നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞു തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. മര്യാദയ്ക്ക് വന്ന് സീമന്തത്തില് ദിവ്യയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം അകത്തേക്ക് വാ. മോളെ അവരെത്തി കേട്ടോ. വാ. എന്താ ഇത്? ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ദിവ്യ കരഞ്ഞാലേ അകത്തുള്ള ആൾ എന്ത് വിചാരിക്കും? കുഞ്ഞിനിപ്പോ മനസ്സിലായിട്ടുണ്ടാവും അമ്മ ഇപ്പോ ആരുടെയൊക്കെ വീട്ടിൽ വന്നിരിക്കുകയാണെന്ന്. ദിവ്യ കരഞ്ഞ കുഞ്ഞോർക്കും ഇവിടെ വന്നിരിക്കുന്നതേ ഏതോ ദുഷ്ടന്മാരുടെ വീട്ടിലാണെന്ന്. മോനെ കുട്ട, നീ കേക്കണ്ടാ? നിന്റെ അമ്മ കരയണത് സന്തോഷം കൊണ്ടാ. നീ അതോർത്ത് വിഷമിക്കണ്ട. എന്തു പറ്റി മോളെ? അത് കുഞ്ഞനങ്ങിയതാ. കണ്ടില്ലേ, അച്ഛൻ പറഞ്ഞത് അവന് മനസ്സിലായി എന്നുള്ളതിന്റെ സൂചനയത്. അല്ല, കുഞ്ഞ് ആൺകുട്ടിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചോ? അല്ല, അച്ഛൻ പറഞ്ഞപ്പോ അത് പിന്നെ ലക്ഷണം കണ്ട എനിക്കറിഞ്ഞൂടെ? ഋതിക മാഡം, ഈ കുഞ്ഞൊരു ആൺകുട്ടിയായിരിക്കും. വളർന്നു വരുമ്പോ ദിവ്യയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കെൽപ്പുള്ള ഒരു മിടുക്കനായിരിക്കും ഈ കുഞ്ഞ്. ബെറ്റുണ്ടോ? ആ, ബെറ്റ്. മോള് വാ വാ. വേണുവേട്ടാ, നിങ്ങൾ വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ശരി ശരി, നേരം വൈകിക്കണ്ട. പ്രിയേ, നീ ദിവ്യക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ശരി അമ്മ. ദിവ്യൻകുട്ടി രാജു ഇറങ്ങിയപ്പോ അമ്മായി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഹേയ്, ആളെ ആ പരിസരത്ത് എങ്ങും കാണാനില്ലായിരുന്നു. അതേതായാലും ഭാഗ്യായി. ദിവ്യ, ദാ. മടിക്കാതെ വേഗം മുഴുവൻ അതങ്ങ് കുടിക്ക്. ആ മോളെ, ഇത് മോള് ദിവ്യക്ക് കൊടുക്ക. വേണ്ട, രാധമ്മയുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. അതാണ് ഐശ്വര്യം. സ്വന്തം അമ്മ തരികയാണെന്ന് വിചാരിച്ചാ മതി. ഈ സാരി എടുത്തിട്ട് വേണം മോള് സീമന്തത്തിനിരിക്കാൻ. മോള് പോയി ഈ സാരി എടുത്തിട്ട് വാ. പ്രിയേ, നീ കൂടെ ചെല്ല്. ഞാനും വരാം.
ഞാൻ പുറത്തുണ്ടാവും. ആ അംബിക മാഡം, അവളെയും കൊണ്ട് രാജു വന്നു. ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവാന്നാ തോന്നുന്നേ. ഞാനിതുവരെ അകത്ത് കയറിയിട്ടില്ല. ധൈര്യമായിരിക്കെ, ഞാൻ വിളിക്കാം. എന്താ രമ്യ, നീ എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? ഓ, ഒന്നും പറയണ്ട. ഇവിടെ നടത്തുന്ന സീമന്തം മുടക്കാൻ പറ്റുമെന്ന് ആ അംബിക മാഡം വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ആ ഋതികയെ എങ്ങനെ രാജുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാന്ന് മാത്രം നോക്കിയാ മതി. അംബിക മാഡവും മകനും ഒക്കെ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ, നീ അതിലൊന്നും ഇടപെടണ്ട. നീ ഇങ്ങോട്ട് വന്നേ. രാജു, നീ എന്നോട് കാണിക്കുന്ന കുറച്ച് ഓവറല്ലേ? നിനക്ക് കാശ് തന്നാൽ നീ സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. പറയ്, ഈ സീമന്തത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനായി ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് പറയ്, ഞാൻ തരാം. എന്നെ നിനക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ രാജു? ഇതെന്താടി സംഭവം? ഇവൻ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് അംബിക മാഡം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് ആ രാജു ഋതികയും ചേർന്നുള്ള ഗെയിമാണെന്നാ. ശരിയാ, അല്ലെങ്കിൽ ഇവനത് വേണം രമ്യ. നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞു തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. മര്യാദയ്ക്ക് വന്ന് സീമന്തത്തില് ദിവ്യയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം അകത്തേക്ക് വാ. വരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നുകൂടി നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒന്നും പറയണ്ട, ഞാൻ വന്നോളാം. അച്ഛാ, ദേ മോളിരിക്കെ. ഇരിക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.